പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവചനം 49 അധ്യായം 15 വാക്യമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവമക്കളെ, കർത്താവായ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഒരിക്കലും മറക്കയില്ല. അങ്ങനെ മറക്കുവാൻ സാധ്യതയില്ല. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ആ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെ ദൈവം നമ്മെ കാണിക്കുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സകല വിശുദ്ധന്മാരും അവൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് എന്ന് ആവർത്തന പുസ്തകം 33 അധ്യായം 3 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും, നമ്മൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മാറോട് നമ്മൾ ചേർന്നിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ കാക്കുന്ന ദൈവമാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ അപ്പനേക്കാൾ ഉപരിയായി, അമ്മയേക്കാൾ ഉപരിയായി നമ്മൾ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം. ആ ദൈവം നമ്മെ കരുതുന്ന ഒരു ദൈവമാണ്. ഈ ലോകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, ഈ ലോകത്തെ പറ്റി പഠിക്കുമ്പോൾ അപ്പനും അമ്മയും ചിലപ്പോഴൊക്കെ നമ്മളെ മറന്നു പോകുവാൻ അവന് സാധ്യതയുണ്ട്. ദാവീദിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദാവീദ് പറയുകയാണ്, 27 സങ്കീർത്തനം 10 വാക്യത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ദാവീദ് തൻ്റെ ജീവിതയാത്രയിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ മറന്നു കളഞ്ഞു. എന്താണ് മറന്നു കളയുവാനുള്ള കാരണം? അപ്പനും അമ്മയും നോക്കിയപ്പോൾ ദാവീദിന് കഴിവ് കുറവാണ്. അതുകൊണ്ട് ആ ദാവീദിനെ രാജ്യസ്ഥാനത്തേക്ക് നിയമിക്കുന്നതിന് ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പുമായി അഭിഷേകം ചെയ്യുവാൻ വന്നപ്പോൾ ദാവീദിനെ മാത്രം വിളിച്ചില്ല. ആ സംഭവം ഓർത്തുകൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ മറന്നു കളഞ്ഞു, എങ്കിലും എന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ഞാൻ ചേർന്നിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ നമ്മെ മറന്നു കളയുന്ന നമ്മുടെ സ്വന്തക്കാരുണ്ട്, നമ്മുടെ മാതാപിതാക്കന്മാരുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അവിടെയൊക്കെ നമ്മളെ താങ്ങുന്ന ഒരു കരമുണ്ട്. ആ കരത്തിൻ്റെ നമുക്ക് താണിരിക്കാം. അതാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, ദൈവം നമ്മെ ഒരിക്കലും മറക്കുകയില്ല. യോബിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ യോബിനെ പറ്റി ദൈവം പറയുന്നത്, നിഷ്കളങ്കനും നീതിമാനും എൻ്റെ ദാസനായ യോബിന് മേലോ നീ ദൃഷ്ടി വച്ചത്. അങ്ങനെയുള്ള യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നപ്പോൾ സ്വന്തം ഭാര്യ തന്നെ യോബിന് എതിരായി നിൽക്കുകയാണ്. സഹോദരന്മാര്, അവൻ്റെ ബന്ധുമിത്രാദികള്, സ്നേഹിതന്മാര് എല്ലാവരും അവന് പ്രതികൂലമായി. എങ്കിലും ദൈവം എന്തു ചെയ്തു? അവനെ താങ്ങി. ദൈവമാണ് സാക്ഷ്യം പറഞ്ഞത്. യോബ് ആരാണ്? നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടകന്നവനും ആയ എൻ്റെ ദാസന്റെ മേലോ നീ കണ്ണുവച്ചത്. ദൈവം തന്നെ സാക്ഷ്യം പറയുകയാണ്. നമ്മെപ്പറ്റി ദൈവം സാക്ഷ്യം പറയുന്നു എങ്കിൽ എങ്ങനെയായിരിക്കും ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം. ദൈവം ഇന്ന് നമ്മെ തൂക്കി നോക്കിയാൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമോ? ദൈവം നമ്മോട് പറയുന്നു, വിശുദ്ധ വചനത്തിൽ പറയുന്നു, സ്വർഗമുണ്ട്, പാതാളമുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ന്യായവിധിയുണ്ട്. കർത്താവ് പ്രവൃത്തിയുടെ പുസ്തകങ്ങളും വിശുദ്ധ വചനവും തുറന്ന് നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ന്യായം വിധിക്കുന്ന ദിവസത്തിൽ ധൈര്യത്തോടെ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുമോ? ദൈവമക്കളെ, ഇന്ന് നാം സ്വയം പരിശോധിക്കുന്ന ഒരു ദിനമായി തീരട്ടെ. നമുക്ക് ഒന്നേ ആഗ്രഹമുള്ളൂ, എൻ്റെ കർത്താവിനോടുകൂടെ നമുക്ക് വാസം ചെയ്യണം. അവൻ്റെ സന്നിധിയിൽ നമുക്ക്
ചെന്നെത്തണം. അതാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. നമുക്ക് നെഹെമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഒന്ന് വായിക്കാം. മോശയുടെ പുസ്തകം വായിച്ചപ്പോൾ അമ്മോന്യരും മോവാബരും ദൈവത്തിൻ്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലെയാമിനെ കൂലിക്ക് വിളിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ യാക്കോവിൻ്റെ 12 ഗോത്രത്തിൽപ്പെട്ടവരെയാണ് നമ്മൾ ഇസ്രായേൽ മക്കൾ എന്ന് വിളിക്കുന്നത്, യാക്കോവിൻ്റെ മക്കളെ. അവർ യാത്ര ചെയ്തപ്പോൾ അവർ മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് ദൈവം മോശയുടെ നേതൃത്വത്തിൽ അവരെ വിടുവിച്ച് അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് വഴിയിൽ വച്ച് അപ്പവും വെള്ളവും കൊണ്ട് അവരെ എതിരേറ്റു വരുവാൻ മോവാബിനും അമ്മോന്യരും അവരെ അപ്പവും വെള്ളവും കൊണ്ട് അവരെ എതിരേറ്റു വന്നില്ല. അതുമാത്രമല്ല, അവരെ ശപിക്കേണ്ടതിന്, അവർക്ക് വിരോധമായി അവരെ ശപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദാസനായ ബിലെയാമിനെ അവർ കൂലിക്ക് വിളിച്ചു. ഇത് ദൈവം കുറിച്ചിടുകയാണ്. ദൈവം അവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നാളും പ്രവേശിക്കരുതെന്ന് മോശയുടെ ന്യായപ്രവ 23-ാം അധ്യായം ആവർത്തന പുസ്തകം 23:3 നമ്മൾ വായിക്കുകയാണ്. ദൈവമക്കൾ യാത്ര ചെയ്യുമ്പോൾ അവർക്കാരാണ് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് ആര് താമസം കൊടുക്കുന്നു എന്ന് ദൈവം നോക്കിയിരിക്കുകയാണ്. അവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഇസ്രായേൽ മക്കൾ അവിടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വെള്ളവും, അവർക്ക് വിശന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വെള്ളവും അപ്പവും കൊണ്ട് അവരെ എതിരേറ്റു വരാത്ത മോവാബിനും അമ്മോന്യരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നാളും പ്രവേശിക്കരുതെന്ന് ദൈവം അരുളിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. എത്ര കരുതലാണ് ദൈവം തൻ്റെ മക്കളോടുള്ളത്. അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്കാരാണ് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്കാരാണ് താമസിക്കുവാൻ ഇടം കൊടുക്കുന്നത് എന്ന് ആൽഫയും ഒമേഗയുമായ ആദ്യനും അന്ത്യനുമായ ദൈവം നമ്മെ നോക്കിയിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ നാം ദൈവത്തിൻ്റെ മക്കളെങ്കിൽ, വാസ്തവമായി നാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമെങ്കിൽ, വാസ്തവമായി നാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരെങ്കിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ പരിപോഷിപ്പിക്കുവാൻ ദൈവം മറ്റുള്ളവരോട് കൽപ്പിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി ഭക്ഷണം തരുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത് അവർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്, ജനമതകൾക്ക് മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബിനും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നാളും പ്രവേശിക്കരുതെന്ന് ദൈവം ഓർപ്പെടുത്തുകയാണ്. കാരണം അവർ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി ഇസ്രായേൽ മക്കള് യാത്ര ചെയ്തപ്പോൾ അവർക്ക് മരുഭൂമിയിൽ വച്ച് അവർക്ക് അപ്പവും വെള്ളവും കൊണ്ട് അവരെ എതിരേറ്റു വരാതെ അവരെ ശപിക്കുന്നതിന് വേണ്ടി ബിലെയാമിനെ ദൈവത്തിന്റെ ദാസനായ ബിലെയാമിനെ കൂലിക്ക് വിളിക്കുകയാണ്. അത് ദൈവം കുറിച്ചിട്ടു. ദൈവം പറയുകയാണ്, മോവാബിനും അമ്മോന്യരും ഉണ്ടല്ലോ, അവരെ എന്റെ സന്നിധിയിൽ ഒരു നാളും പ്രവേശിക്കരുത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി നമ്മൾ ഒന്നെങ്കിലും ചെയ്താൽ ദൈവം അതെല്ലാം കുറിച്ചിടുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം കുറിച്ചിട്ട് അതിനുവേണ്ടി പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അങ്ങനെ ദൈവം, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരിക്കലും മറക്കയില്ല. പക്ഷേ ചില സാഹചര്യത്തിൽ ആ സ്ത്രീ പോലും തന്റെ കുഞ്ഞിനെ മറന്നു കളയും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അങ്ങനെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കയില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുകയാണ്, ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ?
ഒരിക്കലും ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്വനായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് എത്രയധികം തരുവാൻ ഇച്ഛിക്കുന്നു. നമ്മൾ വാസ്തവമായി ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ആ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, അവൻ്റെ പ്രൗഢിക്കൊത്തവണ്ണം, അവൻ്റെ പ്രതാപത്തിനൊത്തവണ്ണം തൻ്റെ മക്കൾക്ക് കൊടുക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടുവാൻ ഒരു കാര്യവുമില്ല. ദൈവമാണ് ഞങ്ങളുടെ പിതാവെങ്കിൽ, അവനാണ് നമ്മുടെ അപ്പനെങ്കിൽ, അവനാണ് നമ്മുടെ സൃഷ്ടാവെങ്കിൽ, അവനാണ് നമ്മളെ സൃഷ്ടിച്ചവനെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ കുറിവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം നമുക്ക് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കാത്ത ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ മറക്കാത്തൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ മറക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? നമ്മൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ദൈവം നമ്മുടെ സങ്കേതമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നമുക്ക് യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്ന പോലെ നമുക്കവൻ്റെ മാറോട് ചാരിയിരുന്ന് ഇരിക്കാം. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.